ഇന്ന് April 1. നാളെ എൻ്റെ കസിൻ്റെ വെഡ്ഡിങ് ആണ്. സോ അതിൻ്റെ ഒക്കെ ഒരു വ്ളോഗാണ്. നമ്മൾ ഒരു 11 ഒക്കെ ആകുമ്പോഴാണ് ഇറങ്ങണം എന്ന് വെച്ചാൽ, പക്ഷെ നല്ല ലേറ്റ് ആയിപ്പോയി. സോ അവിടേക്ക് പോകാനുള്ള ഒരു തത്രപ്പാടിലാണ്. അപ്പം നമ്മളെ വീട്ടിൽ ആണുങ്ങളാണ് ലേറ്റ് അല്ലേ അമ്മേ? അമ്മേ സോ നമുക്ക് ഫിറ്റ് ചെക്ക് ചെയ്യാം ഗൈസ്. കം ഓൺ, ഫിറ്റ് ചെക്ക്. നമ്മൾ 2 വണ്ടിയിലായിട്ടാണ് പോകുന്നത്, കാർ എടുക്കുന്നില്ല. സോ കയറുമ്പം തന്നെ കാണുന്നത് അമ്മമ്മേനെയും പിന്നെ അമ്മേൻ്റെ കസിൻസിനൊക്കെ ആണ് കേട്ടോ. വീട്ടിലൊരു കല്യാണം എന്ന് പറയുന്നത് തന്നെ ഇസ് എ ഗെറ്റ് ടുഗെദർ. നമ്മൾ എത്താൻ കുറച്ച് ലേറ്റ് ആയല്ലോ. എത്തി കുറച്ച് വർത്താനം എല്ലാം പറഞ്ഞിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പം തന്നെ ഫുഡ് കഴിക്കാൻ വിളിച്ച്. നമ്മളെ ഇവർ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല. എനിക്ക് കല്യാണ വീട്ടിലെ തലേന്നത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ ഇറ്റ് വാസ് ചോറ്, ഉപ്പേരി, നല്ല തേങ്ങ അരച്ച പച്ചക്കറി ആൻഡ് ഫിഷ് കറി. ഫുഡ് കഴിക്കുമ്പോഴായിരുന്നു അമ്മേൻ്റെ ഒരു കസിൻ്റെ കുട്ടി വന്ന്. സോ അതിനോടിങ്ങനെ എന്തെല്ലോ ചോദിക്കായിരുന്നു. ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവർക്ക് കൂടി നമ്മൾ തന്നെ ആട്ടോ വിളമ്പിയേ. അതെല്ലാം കഴിഞ്ഞ് ഞാനിങ്ങനെ അമ്മേൻ്റെ പഴയ കാര്യങ്ങളൊക്കെ അമ്മേൻ്റെ കസിൻസിനോടൊക്കെ ചോദിക്കായിരുന്നു. അവരുടെ സമയത്ത് വെക്കേഷൻ ഫുൾ അവർ ഒരുമിച്ചായിരുന്നു. ഞാനൊന്നും അങ്ങനെ നിന്നിട്ടില്ല. ഇടയ്ക്ക് 3 or 4 days എവിടെയെങ്കിലും പോയി നിൽക്കും, അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുമ്പോഴാണ് നിഹാരയുണ്ട്. അവളെ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുത്താലോ എന്നുള്ള ഡിസ്കഷനിലേക്ക് എത്തിയത്. എൻ്റെ അമ്മക്കായിരുന്നു ഫുള്ള് ഇൻട്രസ്റ്റ്, അവളുടെ അച്ഛമ്മക്ക് ഒട്ടും താല്പര്യമില്ലേന്ന്. അങ്ങനെ നമ്മൾ എന്തെല്ലോ പറഞ്ഞ് ഒപ്പിച്ച് പാർലറിലേക്ക് വിട്ട്. അവിടുന്ന് ഒരു ഹെഡ് വാഷ് എല്ലാം കിട്ടിയപ്പോഴത്തേക്ക് ഇനി ഇവിടുന്ന് കുളിച്ചാൽ മതിയെന്ന അയാൾ. എനിക്കെപ്പോഴും ഒരു ചെറിയ സിസ്റ്റർ വേണമെന്നുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. എന്ത് ചെയ്യാനാ. അവിടുന്ന് അവളുടെ ഹെയർ കട്ടും അമ്മേൻ്റെ ത്രെഡിങ്ങും കഴിഞ്ഞ് ഒരു ഐസ്ക്രീം എല്ലാം വാങ്ങിക്കൊടുത്ത് അവൾക്കൊരു ഡ്രസ്സും അതിന് മാച്ചിങ് ആയിട്ടുള്ള ക്ലിപ്പും എല്ലാം മേടിച്ച് നമ്മൾ നേരെ അമ്മമ്മേൻ്റെ വീട്ടിലേക്ക് വിട്ട്. എനിക്ക് പെട്ടെന്ന് ഞാൻ ചെറുതാകുമ്പോഴുള്ളതൊക്കെ ഓർമ്മ വന്ന്. പണ്ട് ഡ്രസ്സൊക്കെ എടുക്കാൻ പോയാൽ പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് ഓരോ ഫാൻസിയിൽ അതിന് മാച്ചായിട്ടുള്ളതൊക്കെ മേടിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് കയറാറുള്ളൂ. അങ്ങനെ അമ്മമ്മേൻ്റെ അടുത്ത് കുറേ എന്തെല്ലോ വർത്താനല്ലോ പറഞ്ഞിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവളെ മാറ്റിച്ച് മേക്കപ്പൊക്കെ ഇട്ട് കൊടുത്ത് പെട്ടെന്ന് ഞാനും റെഡിയായി. അമ്മ അപ്പോഴത്തേക്ക് എന്നെ വിളിക്കാൻ വന്നിരുന്നു. അടുത്തത് റിയാക്ഷൻ ടൈം. നമ്മൾ ഫുൾ മേക്ക് ഓവറിന് ശേഷം വന്നിരിക്കുകയാണ്. നേരത്തെ കണ്ട കുട്ടിയാണോ ഇത്? ആണോ? അല്ല. അപ്പൊ എല്ലാവർക്കും മനസ്സിലാവോ നോക്കാം കേട്ടോ. എങ്ങനെയുണ്ട് നിങ്ങളെ കുട്ടി? എങ്ങനെയുണ്ട്? മാറിപ്പോയി കുട്ടി. നേഹ എന്നാണ് കേട്ടോ കല്യാണപ്പെണ്ണിൻ്റെ പേര്. അങ്ങനെ ഈവനിങ് വിളക്കൊക്കെ കത്തിക്കുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് റൗണ്ട് ഫുഡ് അടിയിലേക്ക് കിടന്ന് കപ്പ, ചപ്പാത്തി ആൻഡ് ചിക്കൻ കറി എല്ലാം കഴിച്ച്. പിന്നെ മൈലാഞ്ചി ട്യൂബ് ഓൾസോ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നിഹാരക്ക് ഇട്ട് കൊടുക്കാൻ. കുറേ ആയി ഞാൻ ഇട്ടിട്ട്. അവക്കങ്ങനെ ഇട്ട് കൊടുക്കുന്ന കണ്ടിട്ട് കുറേ ഫാൻസ് എന്നോട് അവർക്കും ഇട്ട് കൊടുക്കാനൊക്കെ അഭ്യർത്ഥിച്ചു. എന്ത് ചെയ്യാനാ, ഫാൻസായി പോയില്ല. അപ്പോഴത്തേക്ക് എല്ലാവരും വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത്ര ആൾക്കാരൊന്നും ഉള്ള പരിപാടിയല്ല കേട്ടോ. നമ്മൾ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം വെച്ചിട്ട് ഒരു ചെറിയ പരിപാടി. മെയിനായിട്ടുള്ള തലേന്നത്തെ ചടങ്ങ് എന്താണെന്ന് വെച്ചാൽ പെട്ടി കൊണ്ടുവരലാണ്. ചെക്കൻ്റെ വീട്ടിൽ നിന്നും കല്യാണ ദിവസത്തേക്ക് പെണ്ണിന് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു പെട്ടിയിലാക്കിയിട്ട് കൊണ്ടുവരും. അങ്ങനെ വന്നവരെയാണ് കേട്ടോ നേരത്തെ കണ്ടത്. അതിനുശേഷം നമ്മൾ ബാക്ക് ടു മൈലാഞ്ചി ഇടൽ. ലൊക്കേഷൻ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു ചെറിയ ആളെ കൂടി കിട്ടിയിട്ടുണ്ട്, കൃതിക. എൻ്റെ കസിൻ്റെ മോളാണ്. ഞാൻ കഷ്ടപ്പെട്ട് മേമാന്നെല്ലാം വിളിക്കാൻ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം അവളെ അമ്മക്ക് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. എന്ത് ചെയ്യാനാ, എല്ലാവർക്കും എന്നെ മതി. എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ സെക്കൻഡ് റൗണ്ട് ഫുഡ് അടിയും കൂടി ഞാൻ തീർത്ത്. വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇനി ഒന്ന് ഉറങ്ങിയാൽ മതി. അതിൻ്റെ ഉള്ളിൽ കൂടെ പൊട്ടിച്ചോടോ എന്ത്. ഹായ്. സോ നമ്മൾ കല്യാണം ഓൾമോസ്റ്റ് തലേന്ന് ഓൾമോസ്റ്റ് ഓവർ അല്ലേ? കറിയല്ല, പെണ്ണ് പോകുന്നതിന് കറിയല്ല, പുക അടിച്ചിട്ട് നാളത്തെ ഫുഡ് ഇവിടെ പ്രിപ്പയർ ചെയ്യുക. അതിൻ്റെ പുക അടിച്ചിട്ട് കരിയുക. സോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ കുട്ടിക്ക് 18 വയസ്സാണ്. അല്ല, ഈ കുട്ടി കളവി 26 വയസ്സുള്ള ഒരു കളവിയാണ്. ഞാൻ ആൻറ്റിയാണ് വിളിക്കാറ്. അത്ര നല്ല പ്രായമുണ്ട്, കണ്ടാൽ തോന്നില്ല എനിക്കില്ലും. ഓക്കെ. സോ നാളെ നമുക്ക് വേറെ ഔട്ട്ഫിറ്റിൽ കാണാം. സോ ഇതാണ് ഔട്ട്ഫിറ്റ്. പിന്നെ സിമ്പിളാണ്. ഇത് മറ്റേ പഞ്ചാബി ഹൗസിലെ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് നാളെ കാണാം.
ഹായ്, അപ്പോൾ ഇന്ന് April 2 ഇന്നാണ് മാരേജ് ഡേ. സോ നമ്മൾ 9 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ്. ഇപ്പോൾ കറക്റ്റ് 9 മണി. ഞാൻ മാത്രമേ റെഡി ആയിട്ടുള്ളൂ. ആദ്യം നമ്മൾ 2 സ്കൂട്ടറിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചാൽ, പക്ഷേ ഇവിടെ നല്ല മഴയാണ്. കാണിച്ചു തരാം. സോ അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് കാറിൽ പോവാന്ന്. സോ അച്ഛന് ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ലേറ്റായി. സോ ഇനി എല്ലാവരും റെഡി ആവണം. കണ്ടല്ലോ, അപ്പോൾ അത്രയും നല്ല മഴയുണ്ട്. ഏപ്രിലാണ്, പക്ഷെ ഇത്രയും മഴയുണ്ട്. 9:30 ആയിട്ടും റെഡി ആയിക്കൊണ്ടിരിക്കുക. മൈ ഗോഡ്. ഫൈനലി ഞങ്ങൾ ഇറങ്ങുകയാണ്. നല്ല മഴയുണ്ട്. ഓൾമോസ്റ്റ് 10 മണിയാവാനായി. നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുന്നു. ഓൾമോസ്റ്റ് എത്തി. ഇതാണ് എപ്പോഴും എന്നെ ട്രോളുന്ന എൻ്റെ അച്ഛൻ. Yes, I am the father of Alicia Pradeep. Father of nation എന്നൊക്കെ പറയില്ലേ, അതേപോലെ. ഒരാള് അവിടെ തട്ടിയിട്ട് വരാണ്, അടുത്ത ആള് പിക്ക് ചെയ്യാൻ ഞാനാണ് പോയത്. യെസ്, കം ലെറ്റ്സ് ഗോ. നേഹ ഫുള്ള് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെത്തിയപ്പോഴത്തേക്ക് ചെറിയ ടച്ചപ്പ് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് എൻ്റെ അനിയത്തിക്കുട്ടി. സോ ദിസ് ഇസ് മൈ അനിയത്തി, മാമൻ്റെ മോളാണ്. പേര് പറ നമിത്ര MR എന്നാണ് പേര്. സോ ഭയങ്കര ഇൻട്രോവേർട്ടാണ്, ഇൻവെർട്ടർ കുട്ടിയാണ് ഇത്. സോ അത്രയ്ക്കേ ഉള്ളൂ. നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണല്ലേ. നിഹാര എന്നെയും പ്രതീക്ഷിച്ച് ഡ്രസ്സ് മാത്രം ഇട്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അവളുടെ അമ്മയും പിന്നെ മറ്റേ വിഷയമാണ് ചേച്ചി. ഞാനിങ്ങനെ ചേച്ചീൻ്റെ മേക്കപ്പിനെ ട്രോൾ ചെയ്യായിരുന്നു. ഞാൻ വേണേൽ ശരിയാക്കി തരാം അങ്ങനെല്ലാം പറഞ്ഞിട്ട്. അങ്ങനെ അവളെ കുറച്ച് മേക്കപ്പെല്ലാം ഇട്ട് കൊടുത്ത് നേഹൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസെല്ലാം എടുത്ത് മൈലാഞ്ചി ഇട്ട് കൊടുത്തതിൻ്റെ റിസൾട്ടെല്ലാം കാണിച്ചു തരാം കേട്ടോ ഇവർ. ഇത് ലീലയെടുത്തി, എൻ്റെ അമ്മച്ചൻ്റെ അനിയത്തി. പിന്നെ ഇത് ഷെമേച്ചി, അമ്മേൻ്റെ കസിന്. പിന്നെ ബിന്ദുമാമി, നമി. എല്ലാവരും ചെറിയ ഫൈനൽ ടച്ചപ്പിലൊക്കെയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വീഡിയോ എടുത്ത് നടക്കുക. അടുത്ത ചടങ്ങ് ദക്ഷിണ കൊടുക്കലാണ്. വലിയ ആൾക്കാരാണ് കേട്ടോ അങ്ങനെ ചെയ്യുക. നമ്മളൊക്കെ ഷെയ്ക്കാൻഡ് കൊടുക്കും. ഞാനും കൊടുത്തു എൻ്റെ വക ഒരു ഷെയ്ക്കാൻഡ്. പിന്നെ നമ്മളിങ്ങനെ സിംഗിളായിട്ടും അല്ലാണ്ട് എംബ്രോയിഡറിൻ്റെ കൂടെ ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് താലപ്പൊലി ടീംസ് എല്ലാം റെഡി ആവുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവരും ബ്രൈഡും കൂടി സ്റ്റേജിൻ്റെ അങ്ങോട്ട് പോയി. പറയാൻ വിട്ടോയി, വീട്ടിൽ തന്നെ വെച്ചിട്ടാണ് കേട്ടോ കല്യാണം. മുഹൂർത്തം എത്രയെന്ന് വെച്ചാൽ 10:30 to 11 അങ്ങനെ എന്തോ ആയിരുന്നു. ഇനി കുറച്ച് കല്യാണ ക്ലിപ്സ് കാണിച്ചു തരാം. അങ്ങനെ കല്യാണ ചടങ്ങൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഇത് ഷീൻമാമിൻ്റെ കയ്യിൽ ഇന്നലെ ഞാൻ 6 എഴുതി കൊടുത്തതാട്ടോ. ഇത് എൻ്റെ മാമി നമുക്ക് താലപ്പൊലിയിലെ ഗ്രേപ്സ് എല്ലാം എടുത്തു തന്നതാണ്. മാമിക്ക് വീഡിയോസിലൊന്നും വരുന്നത് ഇഷ്ടമല്ല കേട്ടോ, അതാണ് എടുക്കാത്തത്. എല്ലാവർക്കും ഫോട്ടോസും വീഡിയോസൊക്കെ ഞാനായിരുന്നു എടുത്തു കൊടുത്തത്. അതിൽ കുറച്ച് ഞാനിവിടെ ആഡാക്കാം. പിന്നെ അത് കഴിഞ്ഞ് പ്രസാദവും താങ്ക് യു കാർഡിൽ ചോക്ലേറ്റ് എല്ലാം വെച്ച് ആരെല്ലോ ഡിസ്ട്രിബ്യൂട്ടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ആൾക്കാർ നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങി അവിടുത്തെ വെൽക്കം ഡ്രിങ്ക് എല്ലാം കുടിച്ച് പിന്നെ കുറച്ച് റീലൊക്കെ എടുക്കാനുണ്ടായിരുന്നു.
എന്തെല്ലോ എടുത്തിട്ടുണ്ട്, എന്താവോ എന്തോ. അപ്പോഴത്തേക്ക് ആരെല്ലാം ഫുഡ് കഴിക്കാനൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. എനിക്കാണെങ്കിലും അപ്പോൾ തീരെ കഴിക്കാൻ തോന്നുന്നില്ലായിരുന്നു. ഞാനങ്ങനെ അവിടെ എല്ലാവരെയും പിടിച്ചിരുത്തി. ആദ്യം ഒരു ആപ്പിളെല്ലാം കട്ട് ചെയ്ത് വന്ന് ലാസ്റ്റ് ഒരു 12 ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ കഴിക്കാൻ പോകേണ്ടി വന്ന്. പോകുന്ന വഴിക്ക് അച്ഛനെ എന്നെ കൊണ്ട് ഫോട്ടോ എല്ലാം എടുപ്പിച്ച് ഓരോ അച്ഛനെയും പിടിച്ച് ഇരുത്തിച്ചിട്ടുണ്ട്. എൻ്റെ ഓപ്പോസിറ്റ് തന്നെ വന്നിരിക്കുന്നുണ്ട്. അമ്മമ്മയാണെങ്കിൽ ഗ്യാങ്ങിൽ നിന്ന് ചെറുതായിട്ട് സെപ്പറേറ്റ് ആയിപ്പോയി. എന്നിട്ട് ഞാൻ അമ്മമ്മേൻ്റെ കല്യാണത്തിൻ്റെ ഫുഡിനെ പറ്റി എല്ലാം ചോദിക്കുകയായിരുന്നു. ദിസ് ഇസ് ആദി, ദിസ് ഇസ് മൈ ക്യൂട്ടി പൈ അമ്മ. ഇതല്ല കേട്ടോ അത്. ആര്? ലീലടുത്തി. ഇത് ശാരദടുത്തി, അത് ലീലടുത്തി. അമ്മേൻ്റെ കല്യാണത്തിന് എന്തായിരുന്നു ഭക്ഷണം? ഈ പറഞ്ഞല്ലേ, മറന്നുപോയോ? എന്താ പാക്കറ്റ് ആയിരുന്നു? എന്തായിരുന്നു അതിൻ്റെ അകത്ത്? മിക്സ്ചറും ബിസ്ക്കറ്റ് വേറെ എന്തോ ഒക്കെ ഓർമ്മ ഉണ്ട്. അപ്പൊ വെള്ളം എന്തായിരുന്നു? ചായയോ? ചായ. ഇതിപ്പോ കല്യാണം കഴിഞ്ഞ സദ്യയിലെ ഐറ്റംസ് ഫുള്ളൊന്നും പറഞ്ഞുതരാൻ അറിയാത്തതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. പായസം ഞാൻ പഴവും പപ്പടമൊക്കെ കൂട്ടിയിട്ടാട്ടോ കഴിച്ച്. കോഴിക്കോടൊക്കെ ആൾക്കാർ അങ്ങനെ കഴിക്കുന്ന കുറവാണ്. ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ സ്റ്റേജിൽ കയറിയിട്ടൊക്കെ ഫോട്ടോ എടുത്ത് ചെക്കനും പെണ്ണും എവിടെയോ പോയി ഫോട്ടോഷൂട്ടെല്ലാം ചെയ്ത് അപ്പോഴത്തേക്ക് വന്ന്. അവർക്കാണ് ഇറങ്ങാനും ടൈം ആയിട്ടുണ്ടായിരുന്നു. കരയണോ? കരയല്ലേ, കരയല്ലേ ബിന്ദുമാമി, ബിന്ദുമാമി കരയല്ലേ. അങ്ങനെ ഞാൻ ഒരു ഗ്ലാസ് പായസം കൂടി അവിടുന്ന് കുടിച്ച് എല്ലാവരോടും ടാറ്റ ബൈ ബൈ എല്ലാം പറഞ്ഞ് നമ്മൾ അവിടുന്ന് ഇറങ്ങി. കൊയങ്ങി. അങ്ങനെ നമ്മള് കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങി. കൊയങ്ങി പോയി. എങ്ങനെയുണ്ടെന്ന് വെച്ചാ ഫുഡ്? ഫുഡെല്ലാം സൂപ്പർ. ഇനി കുറച്ച് റെസ്റ്റ് എടുക്കാനൊന്നും സമയം ഉണ്ടാവില്ല. ഇപ്പൊ 2 മണി 3 മണി ആകുമ്പോഴത്തേക്ക് അവിടെ തിരിച്ചെത്തണം. ഡ്രസ്സ് ഒന്ന് മാറ്റിയിട്ട് സിമ്പിൾ ഡ്രസ്, വെരി സിമ്പിൾ ഡ്രസ്. നമുക്ക് വിരുന്നിന് പോകണം. അമ്മ എവിടെ? എന്തായാലും നമുക്ക് സന്തോഷം. രാജേന്റിന്റെ ഭംഗി ആരും കാണാണ്ട് കണ്ണ് വെക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് രാജേന്റി ഹൈഡ് ആവുന്നത് നമ്മുടെ ചാനലിൽ നിന്നും. രാജേന്റി എന്താ പറയാനുള്ളത് എന്നെ പറ്റിയിട്ട്? ഞാൻ പറഞ്ഞു നല്ല മോളാണ്. നല്ല മോളാ. ചെറുപ്പത്തിൽ ഞാനും ഇനി നോക്കിയത്. വെറുതെ ഓരോന്നും പറയാ. പഠിക്കുന്നത്? ഞാൻ എത്രയിലാ പഠിക്കുന്നതെന്നാണല്ലേ? ഞാൻ +2 എന്താ ചേച്ചിനെ കണ്ടിട്ട് തോന്നില്ല. പിന്നെ എന്തിനാ എത്രയിലാ പഠിക്കുന്നത് വെച്ചാ? ചേച്ചിനെ കണ്ടിട്ട് 10th പഠിക്കുന്ന പോലെയാണ്. ഓ മൈ ഗോഡ്, ഒന്ന് ചെയ്യാനാ? മൈ ഗോഡ്, കുട്ടികളൊക്കെ ഉണ്ട് തോച്ചു. അമ്മമ്മ പറ. പിന്നെയും ആൻറ്റീന്ന് വിളിപ്പിച്ച് ട്രെയിൻ ചെയ്യിപ്പിക്കാം. നമ്മളെല്ലാവരും കൂടി ഒരു ടെമ്പോയിലാണ് കേട്ടോ പോകുന്നത്. അത്ര ആൾക്കാരൊന്നുമില്ല, ഒരു 20 ഒക്കെ ഉണ്ടാവും തോന്നുന്നു. കക്കോടിയാണ് വീട്, സോ അങ്ങോട്ടാണ് പോകുന്നത്. നമ്മുടെ പുതിയ ഫ്രണ്ട്സ് ആണ്. ഫ്രണ്ട്സ് പേര് പറയൂ. പേരെന്താ? കന്യോ? എൻ്റെ പേര് ആൻവി. അത് അറിയാലോ, നമ്മള് മേക്ക് ഓവർ. നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തി. നമ്മൾ എവിടേക്കാ പോകുന്നേ? ചിക്കന്റെ വീട്ടിലേക്ക് പെണ്ണിനെ കാണാൻ പോവാണ്. വിരുന്നിന് പോവാ കേട്ടാ. നമ്മൾ പോവുകയാണ് ഗൈസ്, നമ്മൾ പോവുകയാണ്. അതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നേഹേൻ്റെ അച്ഛൻ്റെ സൈഡിലുള്ള കുട്ടികളത്, അവളുടെ അമ്മേൻ്റെ സൈഡാണ് കേട്ടോ ഞാൻ. അങ്ങനെ വീട്ടിലെത്തി ഒരു വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ച് വീടും കണ്ട് അവളുടെ കൂടെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് ഷീ വാസ് വെരി ഹാപ്പി.
ചെക്കനെ നമുക്ക് കിട്ടിയില്ല കേട്ടോ വീഡിയോസൊക്കെ എടുക്കാൻ. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ മെയിൻ കോഴ്സ് ഫുഡിലേക്ക് കടന്ന്. നല്ല കല്യാണ വീട്ടിലെ ബിരിയാണി. എനിക്ക് അത്ര വിശപ്പില്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് കുറേ കഴിക്കാൻ പറ്റിയില്ല. ആ ഒരു സങ്കടം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. കൃതി ഒറ്റക്ക് കഴിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ എല്ലാ നിലത്തേക്കാണ് പോയെന്ന് പിന്നെയാണ് മനസ്സിലാക്കിയത്. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നാളെ ചെക്കനും പെണ്ണും പെണ്ണിൻ്റെ വീട്ടിലേക്ക് വിരുന്നിന് പോകും. അതിന് നമ്മളൊന്നും പോകുന്നില്ല, വെരി സ്മോൾ സംഭവമായിരിക്കും. അങ്ങനെ എല്ലാം കഴിഞ്ഞു. നമ്മൾ അവിടുന്ന് പതുക്കെ ഇറങ്ങി. സോ യെസ്, നേഹ ഈസ് മാരീഡ്.